സാധാരണ ഞാൻ ഇന്ന് 6 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ എനിക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വെളുപ്പിനെ എനിക്ക് ഒരു 5:30 കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൂട്ടോ. കാരണം മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ വെളുപ്പിന് എനിക്കുമ്പോൾ പ്രത്യേക ഒരു എനർജി ആട്ടോ. എവിടെന്നെങ്കിലുമൊക്കെ ചരണം വിളിയും അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേൾക്കേണ്ട, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇതേ കഞ്ഞിക്ക് വെള്ളം വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ അരിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ പരിപ്പും താളുവാണേ ഉണ്ടാക്കണേ. അപ്പോൾ ഇതേ താള് പറിക്കാൻ പോകുമായിരുന്നു കേട്ടോ. നേരം വെളുത്ത് വരണുള്ളൂ. മൊത്തത്തിലൊരു മഞ്ഞുണ്ട്. അത് കാരണം ഇത്തിരി നേരം വെളുത്തിട്ട് മിറ്റടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൂവൻ വന്നേക്കാട്ടോ. അവന് ഇത്തിരി ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിച്ചിട്ട് പോകട്ടോ. രാവിലെ അവനെ കാണുള്ളൂ, പിന്നെ അവനെ ഈ പരിസരത്തേക്കേ വരില്ല കേട്ടോ. അങ്ങനെ ഇതേ ചായക്ക് വെള്ളം വെച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പൊടിയൊക്കെ ഇട്ടു. താളൊക്കെ നന്നാക്കി എടുത്ത് പരിപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് വേണം മിറ്റടിക്കാൻ വേണ്ടി പോകാൻ. അതിന് മുന്നേ ഇതേ പൊന്നുകുട്ടിക്കും ആകൂടനും കുടിക്കാൻ വേണ്ടി വെള്ളവും കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. മിറ്റടിക്കാൻ പോകുമ്പോഴത്തേക്കും തന്നെ കുളിക്കാനും കൂടെ വെള്ളം വെച്ചിട്ടായിരിക്കും പോണേ. മിറ്റടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അകത്ത് ഒന്നുകൂടി നോക്കും. അടുക്കളയിൽ കഞ്ഞിയൊക്കെ കിടപ്പത്തിട്ടുണ്ടല്ലോ, തീയൊക്കെ കത്തണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ ബാക്കിലൂടെ മിറ്റൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പൊന്നുകുട്ടിയും വാകൂട്ടനും ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെയും കുളിപ്പിച്ചു. ഞാനും വേഗം തന്നെ കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എഴുതാനുള്ളതൊക്കെ എടുത്തു കൊടുത്തു. രണ്ടുപേരും ഇരുന്ന് എഴുതുവാണേ. അപ്പം നമ്മുടെ താളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇതേ നമ്മുടെ തേങ്ങയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അധികം നന്നായിട്ട് പേസ്റ്റാക്കി അരയ്ക്കണില്ല, ചെറിയ രീതിയിൽ ഒന്ന് ഒതുക്കി രീതിയിലാട്ടോ അരച്ചെടുക്കണുള്ളൂ. അപ്പോൾ അത് ഇതേ കറിയിലേക്കൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരോട് അവരുടെ വെള്ളം കുപ്പിയും ടിഫിൻ ബോക്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അതൊക്കെ കൊണ്ടുതരണ്ട് കേട്ടോ എനിക്ക്. അതിനിടയ്ക്ക് വാകൂടനിടയ്ക്ക് എന്തുട്ടാ ചായക്ക് കടി ഉണ്ടാക്കിയ ഇതൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്ക് എനിക്കാണെങ്കിലും ഞാൻ പോണത് ഏകദേശം 8:55 ആകുമ്പോൾ കേട്ടോ. അതിനുള്ളിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് പോയി കഴിഞ്ഞാൽ പണി മുഴുവൻ പെൻഡിങ് ആവും കേട്ടോ. വേഗം എല്ലാം ഓരോന്ന് ചെയ്താലാണേ കറക്റ്റായിട്ട് ചെയ്ത് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ടിഫിനും വെള്ളം കുപ്പിയൊക്കെ നിറച്ച് ടേബിളിൽ കൊണ്ട് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ താളുകറി ഏകദേശം തിളച്ച് പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കടുകും കൂടെ പൊട്ടിച്ചിട്ട് കറി റെഡിയാവും. തേങ്ങ പൊട്ടിച്ചെടുത്തത് പൊന്നുകുട്ടിക്കും വാകൂട്ടനും വൈകിട്ട് വരുമ്പോൾ ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അവൽ നനച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറിയിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കറി ഏകദേശം റെഡിയായി. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കണ്ടേ, എനിക്ക് ചോറിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തു. പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണ്ട്. പിന്നെ കുറച്ച് ശർക്കരയും പൊടിച്ചെടുത്തു കേട്ടോ. അതിനകത്ത് അവലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോക്സിനകത്താക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വൈകിട്ട് വരുമ്പോഴത്തേക്കും ചായക്ക് അത് കഴിച്ചു. എനിക്കും കൂടി ഇത്തിരി അവലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, ഓഫീസിൽ ചെല്ലുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ അവലൊന്നും കഴിക്കാതെയാണല്ലോ പോണേ. അങ്ങനെ എനിക്കുള്ള ചോറും കൂടി എടുത്തു വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെഡിയാവാനുള്ള പരിപാടി കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. 8:55 ആകുമ്പോൾ എനിക്ക് ഇറങ്ങിയാലാണ് കറക്റ്റ് 9 മണിയാകുമ്പോൾ പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും ഞാൻ 9 മണി കഴിയും കേട്ടോ പഞ്ച് ചെയ്യലൊക്കെ. പിന്നെ അവർക്ക് കഴിക്കാനുള്ള കഞ്ഞിയും കൂടി എടുത്തു. ഇനിയിപ്പോൾ കഞ്ഞി കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർക്കുള്ള വെള്ളം കുപ്പിയും അതേപോലെ എഴുതിക്കൊണ്ടിരുന്ന ബുക്കും പെൻസിലും സാധനങ്ങളൊക്കെ അവരവർക്ക് എടുത്തു കൊടുത്തു കേട്ടോ. വേഗം ബാഗിലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. കഞ്ഞി കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവരുടെ റെഡിയാക്കലും ഇതൊക്കെ ചെയ്താലാണ് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ പണി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഞാൻ റെഡിയാവാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം 8:55 ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആസ്വദിച്ചിരുന്ന വോയിസ് കൊടുക്കണ്ടെങ്കിൽ അന്നേരം ആ സമയത്ത് മൊത്തത്തിലൊരു ശ്വാസം മുട്ട് തന്നെയാട്ടോ. ചിരിക്കാൻ പോലും ഞാൻ ചിലപ്പോൾ മറന്നു പോവും. അങ്ങനെ രണ്ടുപേരെ റെഡി ആക്കിയിട്ട് വിലാസ് ടീച്ചറെ വീട്ടിലാക്കിയിട്ടാട്ടോ പോണേ. ചേച്ചി വണ്ടി കയറ്റി വിട്ടോളും. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി 9:11 ആയപ്പോൾ പഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.